ലഡാക്കിലെ പ്രതിഷേധത്തിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വിവരവും ഇന്ന് വന്നു. 40-ലധികം ആളുകളാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ലഡാക്ക് സ്വദേശികളുടെ ആവശ്യങ്ങളിൽ ഒക്ടോബർ 6-ന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനിരിക്കെയാണ് ലേ നഗരത്തിൽ പ്രതിഷേധം മൂർച്ഛിച്ചത്. ലഡാക്കിലേതൊരു ജൻസി പ്രക്ഷോഭം എന്നുള്ള കാര്യമാണ് പ്രതിഷേധക്കാർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ലഡാക്കിന് സംസ്ഥാന പദവിയും അതുപോലെ ഭരണഘടനയിലെ 6ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം. ഈ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ അത് സമാധാനപൂർവ്വമായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പോയത്. 100 കണക്കിന് പ്രതിഷേധക്കാർ ഇന്ന് രാവിലെ ലേ നഗരത്തിലെ BJP ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തി. അവിടെ CRPFും മറ്റ് പോലീസും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സമാധാനപൂർവ്വമായിട്ടുള്ള പ്രതിഷേധം. അവിടെ നിന്നും പ്രതിഷേധക്കാർ വടിയും കല്ലുമൊക്കെ എടുത്ത് ഈ സുരക്ഷാ സേനയെ ആക്രമിച്ചു. അവർ തിരിച്ചും അടിച്ചു. അങ്ങനെ ഒരു CRPFിൻ്റെ വാഹനം പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കി. ആ BJP ആസ്ഥാനവും കത്തിച്ചു. 70 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിലൊരു CRPF ജവാനുമുണ്ട്. ലേ നഗരത്തിൽ, ലേ ജില്ലയിൽ ആകെ നിരോധനാജ്ഞ നിൽക്കുന്നുണ്ട്. 5 പേരിൽ കൂടുതൽ ആളുകൾ അവിടെ ഒത്തുകൂടി നിൽക്കാൻ പാടില്ല. മാത്രമല്ല വലിയ തോതിൽ CRPFും സുരക്ഷാ സേനയും പലയിടങ്ങളിലുമായി, അത് ലേ നഗരത്തിലാണ്, തമ്പടിച്ചിരിക്കുന്നു. കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ, ഒരു ക്രമസമാധാന പ്രശ്നം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ കൂടിയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും മുൾമുനയിൽ തന്നെയാണ് ലഡാക്ക് എന്ന് പറയാൻ സാധിക്കും.